ചക്കരകളെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാനിപ്പം കളം മാറ്റി പിടിച്ചു. എൻ്റെ ഫേസ്ബുക്കിലെ വീഡിയോസൊക്കെ ഇട്ട് ഞാനിപ്പോൾ അതുമായിട്ടങ്ങ് എൻഗേജ്ഡ് ആയിട്ടങ്ങ് ഇരിക്കുകയാണ്. യൂട്യൂബിൽ ഇപ്പോൾ ഒന്നും വലുതായിട്ടൊന്നും ഇടുന്നില്ല. കാരണം നമ്മൾ വിചാരിച്ച കണക്കൊന്നും അതിൻ്റെ ഗ്രോ ആകാഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് മടിയായി. അങ്ങനെ ഇപ്പം വീഡിയോസൊന്ന് വന്ന ഉടനെ തന്നെ ഫേസ്ബുക്കിൽ അങ്ങ് കയറും. പിന്നെ കുറേ കൂട്ടുകാരും അവർക്ക് കമൻറ്റും ലൈക്കും ഒക്കെ കൊടുക്കുകയും എല്ലാം ചെയ്ത് നല്ല ജോളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറേ ദിവസമായി വന്ന് കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് എല്ലാവരെയും വെറുപ്പിച്ചിട്ട് അത് അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലേക്ക് അങ്ങ് പോയി. കുറേ കൂട്ടുകാരെല്ലാം ഉണ്ട്, പല നാടുകളിലത് എന്തെല്ലാം കണ്ടൻറ്റുകൾ, ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങ് തോന്നി. എനിക്ക് നല്ല എൻജോയ്മെൻറ്റ്. അങ്ങനെയാണ് അതിന് പോയത്. അങ്ങനെ ഇതിനെ കുറേ നാളായിട്ടങ്ങ് കളഞ്ഞിട്ടത് കാരണം ഇനി ഇതിന് നമുക്ക് തുടങ്ങിപ്പോയത് വീണ്ടും ഇതിങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് വന്ന് 5-6 കഥകളും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എന്നെ മറന്നു കാണും ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടാത്തത് കൊണ്ട്. പിന്നെ ഫേസ്ബുക്കാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇത്. ഫേസ്ബുക്ക് എനിക്കിപ്പോൾ നല്ല ഒരു കംഫർട്ടബിൾ സോണായിട്ട് തോന്നി. അങ്ങനെയാണ് അതിലോട്ട് പോയത്. എനിക്കിപ്പോൾ 6K ഫോളോവേഴ്സൊക്കെ ആയി. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നല്ല റീച്ച് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകും. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് മുന്നേറിപ്പോയിക്കൊണ്ടിരുന്നാൽ എന്തായാലും ഒരു ദിവസം നമ്മുടെ മാവും പൂക്കും. ഇപ്പോൾ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ മാവും പൂത്ത്. ഏത് സിനിമയിലെയാണോ എന്തോ. കാരണം ഇപ്പോൾ സിനിമകളൊന്നും വലുതായിട്ട് കാണാറില്ല. കാരണം കാണാൻ പോയാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊന്നുമല്ല. പണ്ടത്തെ കണക്കുള്ള കഥകളും പാട്ടുകളും കാര്യങ്ങളൊന്നും ഇപ്പം ചെന്ന് കാണാനായിട്ട് എന്നാൽ ഇല്ല. എല്ലാം അങ്ങ് വയലൻസും അടിയും ഇടിയും. ഇതൊക്കെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് ഇതൊന്നും അത്ര പിടുത്തമല്ല. അത് കാരണം ഞാനിപ്പോൾ സിനിമയ്ക്കൊന്നും പോകാറില്ല. ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഹാപ്പിയായിട്ട് ജോളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ ആളുകളുണ്ട് നല്ല ഉയർന്ന പൊസിഷനിൽ, അല്ലാതെയും സാധാരണക്കാരും താഴേക്കിടയിലുള്ളവരും മുകളിലുള്ളവരും നല്ല മിഡിൽ ക്ലാസ് എല്ലാ വിഭാഗത്തിലും ജോലിയുള്ളവർ എല്ലാവരും ഉണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണല്ലോ? ഞാനങ്ങനെ ഈ യൂട്യൂബിൽ കുറേ നാളായി ഒന്നും ഇടാതെ അങ്ങനെ അങ്ങ് പോവുകയാണ്. എന്തായെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ യൂട്യൂബ് ഒന്നും അങ്ങനെ കാണാറില്ല. വരിക, എന്തെങ്കിലും കഴിക്കുക, ഡ്രസ്സൊക്കെ മാറി ഇവിടെ വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് ഫുഡുമൊക്കെ കഴിച്ച് ഇരുന്ന് കഥകൾ പറയുക എന്നുള്ളത് മതിയാക്കി ഞാനിപ്പോൾ ഫേസ്ബുക്കുമായിട്ടങ്ങ് എൻഗേജ്ഡായി. എനിക്കിപ്പോൾ അതാണ് എനിക്ക് സന്തോഷം തരുന്നത്. നമ്മൾ മനുഷ്യർക്ക് മാറ്റങ്ങൾ വരണം. നമുക്ക് മാറ്റിച്ചവിട്ടണം. കളം മാറ്റിച്ചവിട്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ നല്ല ഹാപ്പി ന്യൂസൊക്കെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു കരയ്ക്ക് എത്തിയിട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കൂടെ ചാനൽ തുടങ്ങിയവരെല്ലാം നല്ല ഗ്രോ ആയി. അവരെല്ലാം നല്ല റീച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരെയൊക്കെ കണ്ടാണ് ഞാനും ചാനൽ തുടങ്ങിയത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും പറ്റിയില്ല. കാരണം ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോട്ട് അങ്ങ് നല്ല റീച്ച് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഇത് വരൂ. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊന്നും പറ്റിയൊരു സാഹചര്യമല്ല. അങ്ങനെ ഇങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് എൻ്റെ കംഫർട്ടബിൾ സോണിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ച് നാളായി ഇതിൽ വന്ന് ഇട്ട് കുറച്ച് പേരെങ്കിലും കാണും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് വന്നത്. അപ്പോൾ ടാറ്റ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.